നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൂരിത ഹൈഡ്രോ കാർബണുകളും അപൂരിത ഹൈഡ്രോ കാർബണുകളുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് പറയാൻ പോകുന്നത് മെയിനായിട്ട് നമ്മൾ ഹോമോലോഗസ് ശ്രേണി. എന്താണ് ഹോമോലോഗസ് ശ്രേണി, അതിൻ്റെ സവിശേഷതകളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ നോക്കാം. ഹോമോലോഗസ് ശ്രേണി അഥവാ ഹോമോലോഗസ് സീരീസ് എന്നാണ് നമ്മൾ പറയുന്നത്. നോക്കിവിടെ C2H6 C3H8 എന്നീ തന്മാത്രാ സൂത്രങ്ങൾ വിശകലനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. C2H6 C3H6 എന്നുള്ള തന്മാത്രാ സൂത്രം വിശകലനം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഇത് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? C2H6 C3H8. 2ന്റെ ഡബിൾ 4 അല്ലേ? 4നോട് എത്ര കൂട്ടിയാലാ 6? 2 അല്ലേ? സോ CnH2n + 2. ഇവിടെ നോക്ക്, C3 3ന്റെ ഡബിൾ 6 6 + 2 8 CnH2n + 2. അപ്പൊ ഇത് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഏതാണ്? ആൽക്കെയിൻ. ആൽക്കെയിൻ. CnH2n + 2 എന്ന് പറഞ്ഞാൽ അതെന്താണ്? ആൽക്കെയിൻ അല്ലേ? ഈ വിഭാഗത്തിന്റെ പൊതുവാക്യം CnH2n + 2 C2H6ഉം C3H8ഉം തമ്മിൽ കാർബൺ ആറ്റങ്ങളുടെയും ഹൈഡ്രജൻ ആറ്റങ്ങളുടെയും എണ്ണത്തിൽ എന്ത് വ്യത്യാസമാണുള്ളത് പരിശോധിക്കാം. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് C2H6ഉം C3H6ഉം തമ്മിൽ കാർബൺ ആറ്റങ്ങളുടെയും ഹൈഡ്രജൻ ആറ്റങ്ങളുടെയും എണ്ണത്തിലുള്ള വ്യത്യാസം ഒന്ന് നോക്ക്. C3H8 C2H6 അല്ലേ? 3ന്ന് 2 പോയാൽ എത്രയാണ്? C. അതായത് 1 അല്ലേ? 1 എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ. 8 ഹൈഡ്രജൻ 6 ഹൈഡ്രജൻ പോയി. അപ്പം H2 CH2 ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാ? CH2 ആണ്. CH2 ആണ്. നോക്കാം, ഇവിടെ സംയുക്തം തന്നിട്ടുണ്ട്. സംയുക്തം C3H8 C2H6. കാർബൺ ആറ്റത്തിന്റെ എണ്ണം 3. ഇവിടെ C2H6 2. ദെൻ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം എന്താണ്? ഫസ്റ്റ് കേസിൽ 8, സെക്കൻഡ് കേസിൽ 6. കാർബൺ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം നോക്ക്. 3ന്ന് 2 പോയാൽ 1, നമുക്കത് നേരത്തെ കിട്ടി. 8ന്ന് 6 പോയാൽ 2, നമ്മളത് ചെയ്തിട്ടുണ്ട്. 2 ഇത് തന്നെയല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്? നോക്കാം. ഇവയിലെ കാർബണിന്റെയും ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണത്തിലുള്ള വ്യത്യാസം CH2 എന്ന് ബോധ്യപ്പെട്ടല്ലോ. കാരണം കാർബണിലുള്ളത് 1, അപ്പോൾ C, ഹൈഡ്രജന്റെ 2, CH2 വ്യത്യാസം CH2 ആണ്. ഈ വിഭാഗത്തിൽ വരുന്ന C4H10ഉം C5H12ഉം തമ്മിലുള്ള ഇതേ വ്യത്യാസമാണല്ലോ. C4H10 then C5H12 ഇതൊക്കെ ഏത് വിഭാഗത്തിലാണ് വരുന്ന? ആൽക്കെയിൻ അല്ലേ? നോക്കുക. CN4ന്റെ ഡബിൾ 8 8 + 2 10 H2n + 2. ഇവിടെ നോക്ക്, 5ന്റെ ഡബിൾ 10 10 + 2 12. സോ ഇവ വരുന്നത് CnH2n + 2 ആൻഡ് ഇറ്റ് ഈസ് ആൽക്കെയിൻ. ആൽക്കെയിൻ ആണ്. അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസം ഇതാണല്ലോ എന്നാ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. C5H12 C4H10. 5ൽ നിന്ന് 4 പോയാൽ 1 അല്ലേ? സോ C. 12ന്ന് 10 പോയാൽ ഹൈഡ്രജൻ 2 ഉണ്ടാവും. 12ന്ന് 10 പോയാൽ ബാക്കി 2 അല്ലേ? സോ H2. ഇവ തമ്മിലുള്ള വ്യത്യാസവും CH2 ആണ്. CH2. സോ ഇതുപോലെ അടുത്തടുത്ത് ഏതെങ്കിലും 2 ആൽക്കീൻ സംയുക്തങ്ങളിലെ കാർബൺ ഹൈഡ്രജൻ എന്നീ ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ വ്യത്യാസവും അടുത്ത ഏതെങ്കിലും 2 ആൽക്കൈൻ സംയുക്തങ്ങളിലെ കാർബൺ ആറ്റത്തിന്റെയും ഹൈഡ്രജൻ ആറ്റത്തിന്റെയും എണ്ണത്തിലെ വ്യത്യാസവും പരിശോധിച്ച് നോക്കാം. നമ്മളിപ്പോൾ ആൽക്കൈൻ്റെ അല്ലേ നോക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തടുത്തുള്ള ആൽക്കീൻ്റെയും ആൽക്കൈൻ്റെതും നോക്കാം. സപ്പോസ് നമ്മളിപ്പോൾ ഞാൻ എടുക്കുന്നത് C3H6 then C4H8. ഇതെന്താ? 3ന്റെ ഡബിൾ 6 4ന്റെ ഡബിൾ 8. സോ CnH2n. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ആൽക്കൈൻ.
ആൽക്കീൻ. ഇതിന്റെ ഡിഫറൻസ് നോക്കുക. 1 മിനിറ്റ്. C4H8 C3H6 ഡിഫറൻസ് നോക്കുക. 4 പോയാൽ C, 8 6 പോയാൽ 2 അല്ലേ? CH2 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ആൽക്കീൻ നോക്കിയപ്പോൾ CH2 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ആൽക്കൈൻ നോക്കാം. C3H4 1 മിനിറ്റ്. C5 എടുക്കുക. C5H8 C4H6 ഇതെന്താണ്? CnH2n-2 that is ആൽക്കൈൻ. നമുക്ക് നോക്കാം. 5 4 പോയാൽ C, 8 that is 1, അതാണ് കാർബൺ 1 കൊടുത്തത്. 8 ഹൈഡ്രജൻ 6 ഹൈഡ്രജൻ പോയാൽ 2 CH2. അവയുടെ ഇടയിലുള്ള വ്യത്യാസം എന്താണ്? CH2 തന്നെയാണ്. അപ്പൊ നമ്മൾ ആൽക്കീൻ്റെത് നോക്കി, ആൽക്കൈൻ്റെത് നോക്കി, നേരത്തെ ആൽക്കൈൻ്റെതും നോക്കി. അപ്പൊ നമുക്ക് മനസ്സിലായി ആൽക്കീൻ ഇവയിലെ കാർബണിന്റെ ഹൈഡ്രജൻ എന്നീ ആറ്റങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം. കാർബണിന്റെ 1, ഹൈഡ്രജന്റെ 2 ദാറ്റ് CH. കാർബൺ C എന്നിട്ട കാർബൺ ആണ്. 1 ഹൈഡ്രജൻ 2. പൊതുസമവാക്യം ആൽക്കീന്റെ പൊതുസമവാക്യം CnH2n. ഇവയിലെ കാർബൺ, ഹൈഡ്രജൻ എന്നീ ആറ്റങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം നോക്കിവിടെ. കാർബണിന്റെ 1, ഹൈഡ്രജൻ 2 CH2. ആൽക്കൈനിലെ പൊതുവാക്യം എന്താ? ആൽക്കൈന്റെ പൊതുസമവാക്യം CnH2n-2. ഇത്തരം സംയുക്തങ്ങളുടെ ശ്രേണിയെ ഹോമോലോഗസ് ശ്രേണി എന്ന് വിളിക്കുന്നു. ഇത്തരം സംയുക്തങ്ങളുടെ ശ്രേണിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹോമോലോഗസ് ശ്രേണി എന്ന് പറയുന്നത്. അതായത് അടുത്തടുത്തുള്ള അടുത്തടുത്തുള്ള ആൽക്കേനുകളോ ശ്രേണിയായിട്ട് വെക്കുന്നത്. അതായത് അവയ്ക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് CH2 ആയിരിക്കും. ഈ തരത്തിലുള്ള ശ്രേണികളെയാണ് നമ്മൾ ഹോമോലോഗസ് ശ്രേണി എന്ന് പറയുന്നത്. ഒരു പൊതുസമവാക്യം കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയുന്നതും അടുത്തടുത്ത അംഗങ്ങൾ തമ്മിൽ CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമുള്ളതുമായ ഓർഗാനിക് സംയുക്തങ്ങളുടെ ശ്രേണി ഹോമോലോഗസ് ശ്രേണി എന്ന് പറയുന്നു. അതായത് നമുക്ക് ഈ ഹോമോലോഗസ് ശ്രേണിയിലുള്ള സംയുക്തങ്ങളെ പ്രതിനിധീകരിക്കാൻ ഒരു പ്രത്യേക പ്രത്യേക സമവാക്യം പൊതുവാക്യം വെച്ചിട്ട് പറയാൻ സാധിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു ആൽക്കൈൻ ഒരു പ്രത്യേക സമവാക്യം ഇല്ലേ, പൊതുവാക്യല്ലേ? CnH2n+2. ആൽക്കീനാകുമ്പോൾ CnH2n, ആൽക്കൈനാകുമ്പോൾ CnH2n-2. അതായത് ഇതൊക്കെ എന്തായി ശ്രേണിയിൽ വരുന്നവയ്ക്ക് ഒരു പൊതുവാക്യം ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തടുത്ത അംഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് CH2 ആയിരിക്കും. അടുത്തടുത്ത അംഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം CH2 ആയിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഓർഗാനിക് സംയുക്തങ്ങളെ ശ്രേണിയെ നമ്മൾ എന്ത് പറയും? ഇത്തരത്തിലുള്ള ഓർഗാനിക് സംയുക്തങ്ങളെ ശ്രേണിയെ നമ്മൾ ഹോമോലോഗസ് ശ്രേണി എന്നാണ് പറയുന്നത്. അടുത്തത്, ഒരു ഹോമോലോഗസ് ശ്രേണിയുടെ സവിശേഷതകൾ ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അംഗങ്ങളെ പൊതുവാക്യം കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയും. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അടുത്തടുത്ത അംഗങ്ങൾ തമ്മിൽ CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം അതും നമ്മൾ പറഞ്ഞു. അംഗങ്ങൾ രാസഗുണങ്ങളിൽ സാമ്യം പ്രകടിപ്പിക്കുന്നു. അതായത് അംഗങ്ങള് അവയുടെ രാസഗുണങ്ങളല്ലേ, അതായത് രാസപ്രവർത്തനം നമ്മൾ പറയില്ലേ, കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടി പോലെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയില്ലേ, രാസഗുണങ്ങളില്ലേ, അതിലൊക്കെ ഒരു പ്രത്യേക സ്വഭാവം ഏകദേശം ഒരേപോലെയുള്ള സാമ്യത കാണിക്കാറുണ്ട്. ദെൻ ഭൗതിക ഗുണങ്ങൾ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കൃത്യമായി വ്യതിയാനം കാണിക്കുന്നു. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വ്യത്യാസം, നമ്മൾ ചിലത് വാതകമായിരിക്കാം, ചിലത് ദ്രാവകമായിരിക്കാം. അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതായത് ഭൗതിക ഗുണങ്ങളിൽ വ്യതിയാനം കാണിക്കുക, എന്നാൽ രാസഗുണങ്ങളിൽ സമാനതകൾ കാണിക്കുന്നുണ്ട്. ഇത്രയും കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഹോമോലോഗസ് ശ്രേണികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
അംഗങ്ങളെ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന ഒരു പൊതുവാക്യം ഉണ്ടാവും. അതുപോലെ അടുത്തടുത്ത അംഗങ്ങൾ തമ്മിൽ ഒരു CH2 വ്യത്യാസം ഉണ്ടാവും. പിന്നെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അംഗങ്ങളുടെ രാസഗുണങ്ങളിൽ സമാനത അല്ലെ സാമ്യം പ്രകടിപ്പിക്കുന്നു, എന്നാൽ ഭൗതിക ഗുണങ്ങളിൽ കൃത്യമായ വ്യതിയാനം കാണിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായോ? അപ്പൊ അടുത്തത് ഏതാനും ഹൈഡ്രോ കാർബണുകളുടെ തന്മാത്രാ സൂത്രം നൽകിയിരിക്കുന്നു. ഇവയിൽ ഒരേ ഹോമോലോഗസ് ശ്രേണിയിൽ പെടുന്ന സംയുക്തങ്ങൾ ഏതെല്ലാം? ഇവിടെ കുറച്ച് ഹൈഡ്രോ കാർബണുകൾ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒരേ ഹോമോലോഗസ് ശ്രേണിയിൽ വരുന്നത് ഏതെല്ലാം. ഒരേ ഹോമോലോഗസ് ശ്രേണിയിൽ വരണമെങ്കിൽ അവയ്ക്ക് ഒരു പൊതു സമവാക്യം വേണം. അത് നമുക്ക് നോക്കാം. CN, ഇതിന്റെ പൊതുവാക്യം CnH2n, അതായത് 2ന്റെ ഡബിൾ ആണ് 4. ഇത് CnH2n + 2. ഇവിടെയോ CnH2n - 2. അതല്ലേ 3ന്റെ ഡബിൾ 6, 6 - 2 അല്ലേ 4. ഇവിടെ CnH2n + 2, 3ന്റെ ഡബിൾ 6 + 2 8. അപ്പൊ ഇവിടെ ഒരേ സമവാക്യം ഉള്ളത് ഏതിനൊക്കെയാ? C2H6 and C3H8. അടുത്തടുത്തുമാണ്. പൊതുവാക്യമുണ്ട്. പൊതുവാക്യം CnH2n + 2. ഈ ഹോമോലോഗസ് ശ്രേണിയുടെ പൊതുവാക്യം എഴുതാനാണ് CnH2n + 2. അടുത്തത് ഒരേ ഹോമോലോഗസ് ശ്രേണിയിൽ വരുന്ന ഏതാനും ഹൈഡ്രോ കാർബണുകളുടെ തന്മാത്രാ സൂത്രം നൽകിയിരിക്കുന്നു. നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരേ ഹോമോലോഗസ് ശ്രേണിയിൽ വരുന്ന ഏതാനും ഹൈഡ്രോ കാർബണുകളുടെ തന്മാത്രാ സൂത്രം നൽകിയിട്ടുണ്ട്. അതിൽ A, B എന്നീ സംയുക്തങ്ങളുടെ തന്മാത്രാ സൂത്രം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. അടുത്തടുത്ത് വരണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അടുത്തടുത്ത് വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഓക്കെ, 4 2 അല്ലേ? 2 എന്ന് പറയുമ്പോൾ 4 - 2 ആണ് 2. അപ്പം ഇവിടെ നമുക്ക് കിട്ടി C2H2. ഇവിടെ നോക്ക് 3ന്റെ ഡബിൾ 6, 6 - 2 4, 4ന്റെ ഡബിൾ 8, 8 - 2 6. അപ്പോൾ നമുക്ക് കിട്ടി ജനറൽ ആയിട്ട് വരുന്നത് CnH2n - 2 ആണ്. ഇത് നന്ന് A കാണണം എന്ന് പറയുമ്പോൾ ഇതിന്റെ തൊട്ടടുത്തതല്ലേ വരിക. അപ്പൊ C5, 5ന്റെ ഡബിൾ എത്രയാ? 10, 10 - 2 8. Then B എന്താണ്? C6 ആയിരിക്കില്ലേ ഇതിന്റെ തൊട്ടടുത്തത്. C6, 6ന്റെ ഡബിൾ 12, 12 - 2 10, C6H10. So A is equal to C5H8, B is equal to C6H10. ഓക്കെ, ഈ സംയുക്തങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? CnH2n - 2 എന്ന് പറയുമ്പോൾ -2 പറയുമ്പോൾ ആൽക്കീൻ. ഇവയുടെ പൊതുവാക്യം CnH2n - 2. സംയുക്തം എയുടെ ഘടന ചിത്രീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സംയുക്തം എയുടെ ഘടന ചിത്രീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം. എത്ര കാർബൺ ഉണ്ട്? എ എന്ന് പറയുന്നത് C5H8 അല്ലേ? ആൽക്കീൻ ആണെന്ന് നമുക്കറിയാലോ. അപ്പൊ നമുക്ക് ആദ്യം 5 കാർബൺ എഴുതാം. 5 കാർബൺ ബാലൻസ് ഫില്ല് ചെയ്യാം. ഇതാണ് നമ്മൾ ഇതിന്റെ ഘടന ചിത്രീകരിച്ചിട്ടുള്ളത്. ഇനി ഒന്ന് നമുക്ക് അതിന്റെ എഴുതി നോക്കാം. കണ്ടൻസ്ഡ് ഫോർമുല ഒന്ന് എഴുതി നോക്കാം. CH ത്രിബന്ധനം C ഏകബന്ധനം CH2 CH3. ഇനി നമുക്ക് ഇതിന്റെ ഒന്ന് മോളിക്കുലാർ ഫോർമുല, അതായത് തന്മാത്രാ സൂത്രം എഴുതി നോക്കാം. കാർബൺ 5 എണ്ണല്ലേ? 1 2 3 4 5. അത് നമുക്ക് ഓൾറെഡി ഉണ്ട്. എന്നാലും H 1 2 3 4 5 6 7 8.
ഇതാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഹോമോലോഗസ് സീരീസ് ആണ്. എന്താണ് ഹോമോലോഗസ് സീരീസ്? അതായത് അവയുടെ സവിശേഷതകളാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു? ഒരു ഹോമോലോഗസ് സീരീസിന് പൊതുവായിട്ടുള്ള ഒരു സമവാക്യം ഉണ്ടാവും, അതായത് പൊതുവാക്യം ഉണ്ടാവും. അതാണ് ആദ്യത്തെ സവിശേഷതയിൽ നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അവയുടെ അടുത്തടുത്ത അംഗങ്ങൾക്കിടയിൽ CH2ന്റെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞു അവയുടെ എന്താണ് അതിലുള്ള ഹോമോലോഗസ് ശ്രേണിയിൽ പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് എന്താണ് രാസഗുണങ്ങൾക്ക് സമാനത അല്ലെ സാമ്യം കാണിക്കുന്നുണ്ട്, എന്നാൽ ഭൗതിക ഗുണങ്ങൾ വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഒരു കുറേ ഹൈഡ്രോ കാർബണുകൾ തന്നു കഴിഞ്ഞാൽ അത് ഹോമോലോഗസ് സീരീസ് ആണോ അല്ലയോ എന്നുള്ളത് ഇങ്ങനെ മനസ്സിലാക്കുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ജസ്റ്റ് കുറച്ചെണ്ണം എഴുതി നോക്കാം. നമ്മളിപ്പോൾ പ്രോബ്ലം ചെയ്തതാണ്. ഓക്കെ, നമ്മളിപ്പോൾ കുറച്ച് ഹൈഡ്രോ കാർബണുകൾ എഴുതി. ഇനി ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ ഹോമോലോഗസ് സീരീസിൽ ഒന്ന് കണ്ടെത്താൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എല്ലാത്തിൻ്റെ എന്ത് എഴുതണം എന്നറിയോ? ആദ്യം ഒന്ന് നേരെ എഴുതുക. C3H8, C4H10, C4H8, C5H12, C6H10. ഇനി നമ്മൾ ഇതിന്റെ ആദ്യം എല്ലാത്തിന്റെ എന്ത് എഴുതുക? പൊതുവാക്കി എഴുതി നോക്കാം. ഇതെന്താ വരിക? CnH2n+2 അല്ലേ? 3ന്റെ ഡബിൾ 6 + 2. ഇത് എഴുതി നോക്കാം. CnH2n+2 അല്ലേ? 4ന്റെ ഡബിൾ 8, 8 + 2 10. ഇത് CnH2n, that is 4ന്റെ ഡബിൾ 8. ഇവിടെ നോക്ക്, CnH2n+2, 5ന്റെ ഡബിൾ 10, 10 + 2 12. then CnH2n, അതായത് 6ന്റെ ഡബിൾ 12, 12 - 2 10. ഇതാണ് രാസസമവാക്യം. അപ്പോൾ നമ്മൾ സവിശേഷതയിൽ ആദ്യം പറഞ്ഞത് എന്താണ്? ഈ ഹോമോലോഗസ് ശ്രേണിയിൽ വരുന്ന ഹൈഡ്രോ കാർബണുകൾക്ക് എന്തുണ്ടാവും? ഒരു പൊതു സമവാക്യം ഉണ്ടാവും. അപ്പം നമുക്ക് പൊതു സമവാക്യം ഉള്ളത് എടുത്തെഴുതാം. C3H8, C4H10. ഇത് വരുമോ? ഇല്ലല്ലോ, ഇത് വേറെ അല്ലേ? ഇതും വേറെ അല്ലേ? അപ്പം then C5H12. ഇതാണ് പൊതു സമവാക്യം. അത് നമ്മൾ എഴുതി. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ളത് അവയ്ക്കിടയിൽ എന്താ? CH2 വ്യത്യാസമാണ് ഉണ്ടാവുക അടുത്തടുത്ത അംഗങ്ങൾക്കിടയിൽ. 3ഉം 4ഉം അടുത്തടുത്തല്ലേ? 4, 5 അടുത്തടുത്തല്ലേ? അപ്പം 4ന് 3 പോയാൽ 1, 10ന് 8 പോയാൽ 2. CH2 വ്യത്യാസമാണ്. ഇവയ്ക്കിടയിൽ നോക്കാം. 5ന് 4 പോയാൽ 1, 12ന് 10 പോയാൽ 1. CH2 വ്യത്യാസമാണ്. ഇവയുടെ എന്താണ്? രാസഗുണങ്ങൾ സിമിലർ ആയിരിക്കും, അതായത് സാമ്യം കാണിക്കും. ഭൗതിക ഗുണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ചിലത് വാതകാവ, ചിലത് ദ്രാവകാവ. അങ്ങനെയുള്ള ഭൗതിക ഗുണങ്ങളിൽ വ്യത്യസ്തത കാണിക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ ഹോമോലോഗസ് സീരീസ് കണ്ടത്. നമുക്ക് അങ്ങനെ ഒരു സീരീസ് തന്നാൽ, അല്ലെ ഒരു ശ്രേണി തന്നാൽ അതെല്ലാം നിരത്തി എഴുതുക. എല്ലാത്തിൻ്റെയും ഈ ഒരു എന്തെഴുതുക? പൊതുവാക്യം എഴുതി നോക്കുക. എന്നിട്ട് ഒരേ പൊതുവാക്യം കാണിക്കുന്ന അംഗങ്ങളെ എടുത്തെഴുതുക. എന്നിട്ട് അവയെ അടുത്തടുത്ത അംഗങ്ങളാണോ എന്ന് നോക്കുക. അവയ്ക്കിടയിലുള്ള വ്യത്യാസം CH2 ആണോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇടയിലുള്ള വ്യത്യാസം CH2 ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവ ഹോമോലോഗസ് സീരീസ് ആണോ എന്നുള്ളത്. മനസ്സിലായോ? ഹോമോലോഗസ് ശ്രേണി ആണോ എന്നുള്ളത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, ഒന്നും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.